ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മീഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാടിപ്പെട്ടിയിലാട്ടോ, മധുരയ്ക്ക് അടുത്തുള്ള വാടിപ്പെട്ടി. ഈ വാടിപ്പെട്ടി പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അൾത്താരയുടെ വലതുവശത്ത് നിന്നും നീരുറവ ഉണ്ടായ ഒരു പള്ളിയാണ് കേട്ടോ. വളരെ അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ നടന്ന ഒരു പള്ളിയാണ്. മധുരയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെയായി കൊടൈക്കനാൽ റോഡിനോട് സമീപത്തായിട്ടാണ് വാടിപ്പെട്ടി അഥവാ വാടിമാനഗർ ആരോഗ്യമാതാ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1932 ഇന്ത്യയിൽ ആരംഭിച്ച ദൈവവചന സഭയായ SPD സഭാ അംഗങ്ങളുടെ ആദ്യത്തെ തമിഴ്നാട്ടിലെ ഇടവകയായിരുന്നു വാടിപ്പെട്ടി പള്ളി. റവറൻ ഫാദർ അന്തോണി ചാമിയുടെയും റവറൻ ഫാദർ വിജയ് അമൽരാജിന്റെയും ശ്രമഫലമായി 1993 ഒക്ടോബർ മാസം 10 വാടിപ്പെട്ടിയിൽ ഒരു ഇടവക രൂപം കൊണ്ടു. മധുര അതിരൂപതയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പള്ളിയിൽ ഇടവകാംഗങ്ങളായി 83 കുടുംബക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ഇടവകയുടെ ആദ്യത്തെ വികാരിയായി റവറൻ ഫാദർ വിജയ് അമൽരാജ് ചുമതലയേൽക്കുകയും ചെയ്തു. ഇടവക രൂപീകൃതമാകുന്ന സമയത്ത് കേവലം ഓലയാൽ മേഞ്ഞൊരു ചെറിയ പള്ളി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇടവക അംഗങ്ങളുടെയും വൈദികരുടെയും കൂട്ടായ ശ്രമങ്ങൾ കൊണ്ട് 1999 ജൂൺ 6 ഇവിടെ ഒരു പുതിയ പള്ളി നിർമ്മിക്കപ്പെട്ടു. പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം അന്നത്തെ മധുര ബിഷപ്പായിരുന്ന റൈറ്റ് റെവറൻ ഡോക്ടർ ആരോഗ്യസ്വാമി നിർവഹിക്കുകയും തുടർന്ന് വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ കണ്ടത് പള്ളിയിലെ കുർബാന നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് അത്ഭുത നീരുറവയുണ്ടായ അൾത്താരയോട് ചേർന്നിട്ടുള്ള സ്ഥലവും അതുപോലെ അത് നമ്മൾക്ക് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കൗണ്ടർ തുടങ്ങിയ ഭാഗങ്ങളാണ്. പള്ളിയുടെ പിറകു വശത്തായിട്ടാണ് കൗണ്ടർ സജ്ജമാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അത്ഭുത ഉറവയുടെ ചരിത്രത്തിലേക്ക് പോകാം. 1990 മുതൽ 2005 അവസാനം വരെ മഴ ലഭിക്കാത്ത ഒരു സ്ഥലമായിരുന്നു ഈ വാടിപ്പെട്ടി. കൃഷികളെല്ലാം നശിക്കുകയും അതുപോലെ തെങ്ങുകൾ വരെ കരിഞ്ഞു പോവുകയും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ വരികയും ചെയ്തപ്പോൾ ഇവിടെയുള്ള കൃഷിക്കാരെല്ലാം ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ഇടവക അംഗങ്ങളായ കുറച്ചു പേരും കുറച്ച് ഹിന്ദു കുടുംബത്തിലുള്ള ആളുകളും ഈ പള്ളിയിൽ വന്ന് ദിനംതോറും പ്രാർത്ഥനകൾ നടത്തി പോന്നു. എന്നാൽ ഈ സമയം 67 വയസ്സുള്ള വേമ്പത്തൂർകാരനായ കനകരാജ് എന്ന ഒരു ഹിന്ദുമത സന്യാസിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ പള്ളിയിൽ നിന്നൊരു ഉറവയുണ്ടാകുമെന്ന് പറഞ്ഞതായി 2000 ഡിസംബർ 24 അന്നത്തെ വികാരിയെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ 2001 മാതാവിന്റെ പിറന്നാൾ ദിവസമായ സെപ്റ്റംബർ 8 രാത്രിയോടുകൂടി അൾത്താരയുടെ സൈഡിൽ നിന്ന് അത്ഭുത ഉറവയുണ്ടായി. അത്ഭുത ഉറവയുണ്ടായ ആ ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ചില്ലിട്ട് അത് മൂടി വെച്ചേക്കുവാണ്, എങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. ഇന്നും ആ അത്ഭുതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനേകായിരങ്ങൾ രോഗശാന്തിക്കായി ഇവിടെ എത്തുന്നുമുണ്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കല്ലർക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് തീർത്ഥയാത്രയുണ്ട്. കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഫോൺ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം. നമ്മുടെ വണ്ടി കേട്ടാ ബാക്കി കാണാൻ ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. കല്ലർക്കാട് നിന്ന് പോരുന്ന വണ്ടിക്കാണ്.